ഹായ്. ഇപ്പോൾ റീ റിലീസുകളുടെ കാലമാണ്. നമ്മുടെ ലാലേട്ടൻ്റെ സിനിമകളായിരുന്നു ആദ്യം തന്നെ വന്നിരുന്നത്. നമ്മുടെ സ്ഫടികം എന്ന് പറഞ്ഞ സിനിമ. അതിനുശേഷം വന്നതെന്ന് പറഞ്ഞാൽ ദേവദൂതൻ. ലാലേട്ടൻ്റെ ദേവദൂതൻ വന്നു. അതിനുശേഷം മണിച്ചിത്രത്താഴ് വന്നു. ഈ മൂന്ന് സിനിമകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. റീ റിലീസ് ചെയ്തതിന് ശേഷവും സൂപ്പർ ഹിറ്റ് ആയി എന്നുള്ളതാണ്. ദേവദൂതൻ പിന്നെ ആദ്യം റിലീസ് ചെയ്ത സമയത്ത് ഫ്ലോപ്പ് ആയിരുന്ന സിനിമ ഇപ്പോൾ റീ റിലീസ് ചെയ്ത സമയത്ത് സൂപ്പർ ഹിറ്റ് ആയി എന്നുള്ളതിനെയാണ്. അപ്പൊ അതിനുശേഷം വന്നത് നമ്മുടെ പൃഥ്വിരാജിന്റെ അമൽ നീരദ് പടം അൻവർ വന്നിരുന്നു. അത് അത്ര ഹിറ്റായില്ല. റീ റിലീസ് ചെയ്ത അതിനുശേഷം അത്ര വലിയ ഹിറ്റായില്ലായിരുന്നു. അതിനുശേഷം നമ്മുടെ മമ്മൂക്കയുടെ റീ റിലീസിന് വേണ്ടിയിട്ട് പലരും പറയാറുണ്ടായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ ബിഗ് ബി സിനിമകൾ ഇതുപോലുള്ള സിനിമകളൊക്കെ റീ റിലീസ് ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഫസ്റ്റ് തന്നെ തീരെ പ്രതീക്ഷിക്കാതെ ഒരു റീ റിലീസ് വന്നു. പ്രതീക്ഷിക്കാതെ വലിയ ഹൈപ്പിലൊന്നും വന്ന സിനിമയല്ലായിരുന്നു നമ്മുടെ മമ്മൂക്കയുടെ ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ പറഞ്ഞ സിനിമ. പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിന്റെ കഥ പറഞ്ഞ സിനിമ 4K റീമാസ്റ്റേഡ് ആയിട്ട് റീ റിലീസ് വന്നു. പക്ഷെ അത് വന്നതും പോയതൊന്നും ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ മമ്മൂക്കയുടെ തന്നെ അതിനുശേഷം വല്യേട്ടൻ ഒരു വലിയൊരു ഗ്രാൻഡ് റിലീസ് ആയിട്ട് തന്നെ വന്നിരുന്നത്. ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ നല്ല റെസ്പോൺസ് ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ സിനിമ എന്താ പറയാ പ്രതീക്ഷ അത്ര വിജയത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ആ റീ റിലീസ് എന്നുള്ള സമയത്ത്. എന്നാലും പിന്നെയും മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ കുറെ സിനിമകൾ ഇനിയും റീ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുകയാണെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തിനാണ് ഇങ്ങനെ റീ റിലീസ് ചെയ്യുന്നത് അറിയില്ല. എന്തായാലും ഇനി നമ്മുടെ മമ്മൂക്കയുടെ റീ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് ഒരു സിനിമ റീ റിലീസ് ചെയ്തു. ഇന്നിപ്പോ ഡിസംബർ മാസം 12-ാം തീയതിയാണ്. ഇന്ന് ഒരു സിനിമ റീ റിലീസ് ചെയ്തു. നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന രജനീകാന്തിന്റെ ബർത്ത്ഡേ ആണെന്ന്. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ദളപതി എന്ന സിനിമ റീ റിലീസ് ചെയ്തിരിക്കുകയാണ് തമിഴ് സിനിമയിൽ. തമിഴ്നാട്ടിൽ ഭയങ്കരമായിട്ടുള്ള റീ റിലീസ് തന്നെയാണ് ദളപതി. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സൂപ്പർ സ്റ്റാറിന്റെ പിറന്നാളാണ്, ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ്, ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. സിനിമ ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ 50-ലധികം സ്ക്രീനിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ദളപതി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ മമ്മൂക്കായുണ്ട്. മമ്മൂക്ക അതിൽ ഒരു പ്രധാന റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്ന സിനിമയാണ്. ഒരു കിട്ടുന്ന സിനിമ തന്നെയായിരുന്നു. നമ്മുടെ രജനീകാന്തും മമ്മൂക്കയും മത്സരിച്ച് അഭിനയിച്ച സിനിമയായിരുന്നു. അപ്പോൾ അടുത്തൊരു സിനിമ എന്നുള്ളത് ഡിസംബർ മാസത്തിൽ തന്നെ വേറൊരു സിനിമ കൂടി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഡിസംബറിലല്ല, അടുത്ത മാസമായിരിക്കും. ഡിസംബറിൽ ഈ സിനിമയുടെ ട്രെയിലർ വരുന്നുണ്ട്. ആവനാഴി എന്ന് പറഞ്ഞ സിനിമയാണ്. ഐ വി ശശി പ്രധാന വേഷം കൈകാര്യം ചെയ്ത കിട്ടുന്ന ആക്ഷൻ മൂവിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. സൂപ്പർ മെഗാ ഹിറ്റ് ആയിരുന്ന സിനിമയായിരുന്നു ആവനാഴി എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ട്രെയിലർ ഡിസംബർ മാസം 18-ന് വരുന്നുണ്ട്. ജനുവരി മാസം 2-ാം തീയതി ആയിരിക്കും ഈ സിനിമയുടെ റിലീസ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ജനുവരി മാസം ഈ സിനിമ റീ റിലീസ് ചെയ്യുന്നതാണ്. ആവനാഴി എന്ന് പറഞ്ഞ സിനിമ റീ റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ എന്നുള്ളത് നമ്മുടെ മമ്മൂക്കയുടെ എക്കാലത്തെ മികച്ചൊരു സിനിമയായിരുന്നു. ഒരു പീരിയോഡിക് ഡ്രാമ ആക്ഷൻ വിഭാഗത്തിലുള്ള സിനിമയായിരുന്നു ഒരു വടക്കൻ വീരഗാഥ എന്ന സിനിമ. ജനുവരി മാസം 16-ാം തീയതി ഈ സിനിമ റിലീസ് ചെയ്യുന്ന ഇതിനു മുമ്പേ തന്നെ ഡേറ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വന്നതായിരുന്നു. പക്ഷേ റിലീസ് നീടാൻ ചാൻസ് ഉണ്ട്. മിക്കവാറും ഫെബ്രുവരിയിലേക്ക് റിലീസ് നീണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും മമ്മൂക്കയുടെ അടുത്ത ഒരു റീ റിലീസ്, അതായത് ഒരു 4K റീമാസ്റ്റർ പ്രിന്റ് റീ റിലീസ് ആയിട്ട് വരുന്നത് ഒരു വടക്കൻ വീരഗാഥയായിരിക്കും. ഈ സിനിമയ്ക്ക് കാത്തിരിക്കുന്ന ആരൊക്കെ എന്നുള്ളത് കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അതിനുശേഷം 1991 റിലീസ് ചെയ്ത സിനിമയായിരുന്നു അമരം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും അതായത് ലോഹിതദാസിന്റെ രചനയിൽ ഭരതൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു അമരം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയും റീ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ള അപ്ഡേറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത വർഷം 2025 ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാം നമുക്ക്. പക്ഷേ റിലീസ് ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. റീ റിലീസിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വേറൊരു സിനിമ കൂടി, അതായത് ഒരു ചരിത്ര സിനിമയാണ്. പിന്നെ 1921 പറഞ്ഞ സിനിമ 1988 റിലീസ് ചെയ്ത സിനിമയാണ്. ഐ വി ശശിയുടെ സംവിധാനത്തിൽ ഒരു ചരിത്ര സിനിമയാണ്. മാപ്പിള ലഹളയെ അടിസ്ഥാനമാക്കി എടുത്തൊരു സിനിമയായിരുന്നു. അതും അടുത്ത വർഷം പകുതിയോടുകൂടിയായിരിക്കും ഈ സിനിമയുടെ റീ റിലീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും സിനിമകളാണ് ഇപ്പോ നമ്മുടെ മമ്മൂക്കയുടെ റീ റിലീസ്, പിന്നെ അത് അപ്കമിങ് ആയിട്ട് വരാൻ പോകുന്ന റീ റിലീസ് ഈ സിനിമകൾ ആയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് പിന്നെ തിയേറ്ററിൽ ഇനിയും കാണാൻ മമ്മൂക്കയുടെ സിനിമകൾ ഇനിയും കാണാൻ കൊതിക്കുന്ന മമ്മൂക്കയുടെ സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കാം. എന്തായാലും ബിഗ് ബി ഒന്നുകൂടി ഒന്ന് തിയേറ്ററിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. വല്യേട്ടൻ വലിയൊരു വിജയം കരസ്ഥമാക്കാൻ വല്യേട്ടന് സാധിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം മമ്മൂക്കയുടെ റീ റിലീസിംഗ് സിനിമകൾ. ഇത്രയാണ് അപ്ഡേറ്റുകൾ വന്നിട്ടുള്ളത്. ഇനി വേറെ സിനിമകൾ വരാൻ ചാൻസ് ഉണ്ട്. ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ലാലേട്ടന്റെ പടങ്ങൾ റീ റിലീസിന് വന്ന സിനിമകളൊക്കെ ഹിറ്റായിരുന്നു. പക്ഷെ മമ്മൂക്കയുടെ ഇതുവരെ വന്ന 2 സിനിമകളും ഹിറ്റായിട്ടില്ല. ദളപതി എന്തായിരിക്കും അവസ്ഥ
എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് അറിയാവുന്നതാണ്. അതിനുശേഷം ആവനാഴി, ഒരു വടക്കൻ വീരഗാഥ, അമരം 1921, അങ്ങനെ നീണ്ടുപോകും. ഇനിയും വേറെ സിനിമകൾ വരാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.